ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അമിയാസ് ക്രിയേറ്റീവ് പാലറ്റ്. സോ ഇന്നത്തെ വീഡിയോ ഈ കഴിഞ്ഞ 28-ാം തീയതി നമ്മുടെ ശാഖയിൽ നിന്നുണ്ടായിരുന്ന ശിവഗിരി തീർത്ഥാടന യാത്രയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കുന്നത്. പുലർച്ചെ ഏകദേശം 5:20 ആയപ്പോഴേക്കും നമ്മുടെ യാത്ര തുടങ്ങിയിരുന്നു. രാവിലെ 9 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ മണക്കൽ ഭഗവതി ക്ഷേത്രവും ഗുരുദേവൻ ജനിച്ച വയൽവാരം വീടും ഒക്കെ കാണാനായി യാത്ര തുടങ്ങി. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്പഴന്തി എന്ന ഗ്രാമത്തിലെ വയൽവാരം വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായാണ് ഗുരുദേവൻ ജനിച്ചത്. ഓല നെയ്ത ഒരു കൊച്ചു വീട്, ഇവിടെയാണ് ഗുരുദേവൻ ജനിച്ചത്. ഈ ചെമ്പഴന്തി ഗ്രാമവും വയൽവാരം വീടും ഒക്കെ കാണാൻ നല്ല ഭംഗിയുമാണ്. ഇവിടെ ഒത്തിരി കാഴ്ചകളും കാണാനുണ്ട്. നിങ്ങൾ തീർച്ചയായും ഒരെണ്ണം സന്ദർശിക്കുക. നമ്മൾ വയൽവാരം വീട് തൊഴുകയാണ്. ചിങ്ങത്തിലെ തിരുവോണം കഴിഞ്ഞുള്ള ചതയ ദിവസമായിരുന്നു ഗുരുദേവൻ ജനിച്ചത്. വെളുപ്പിനെ 3:30. ശ്രീനാരായണ ഗുരുദേവൻ്റെ അച്ഛൻ മാടനാശാൻ ആ നാട്ടിലെ ഒരു പ്രമാണിയും പണ്ഡിതനുമായിരുന്നു. അമ്മ കുട്ടിയമ്മ സുന്ദരിയും സുശീലയുമായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ചില വീഡിയോകളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഈ കാണുന്നതാണ് ഗുരുദേവൻ സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വാഹനം. അങ്ങനെ നമ്മുടെ വയൽവാരം സന്ദർശനം തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ചെമ്പഴന്തി സന്ദർശിക്കുന്നത്. അതുകൊണ്ട് വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഞാൻ ഇവിടെയൊക്കെ കാണുന്നത്. ഇന്നത്തെ ഈ ശിവഗിരി തീർത്ഥാടന യാത്ര വളരെ മനോഹരമായിരുന്നു. ഇനിയും നമ്മൾ കയറുന്നത് മണക്കൽ ഭഗവതി ക്ഷേത്രത്തിലോട്ടാണ്. അവിടെയും നല്ല മനോഹരമായിരുന്നു. നല്ല രീതിയിൽ തന്നെ കാണാനും ഉണ്ടായിരുന്നു. ഞാനീ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് മുത്തശ്ശി പ്ലാവ്. ഞാൻ ചെമ്പഴന്തിയിൽ നിന്നൊരു കലണ്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കയറുന്നത് ഗുരുമന്ദിരത്തിലോട്ടാണ്. നമ്മൾ അടുത്തതായി ചെന്നത് അയ്യപ്പുറത്തേക്കായിരുന്നു. ഇവിടുത്തെ ഈ നദിയിൽ നമ്മൾ കാലൊക്കെ ഇടുക ചെയ്തു. വളരെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശം. ചുറ്റും മരങ്ങൾ, നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. അതിൽ കാലിട്ടപ്പോൾ നല്ല സുഖം തോന്നി. വെള്ളത്തിൽ മീനുകളെയൊക്കെ കാണാമായിരുന്നു. നല്ല ഭംഗിയുള്ള പ്രദേശം. എനിക്കിവിടെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. വെള്ളത്തിൽ നിന്ന് ഇറങ്ങാനേ തോന്നുന്നില്ലായിരുന്നു. അത്രയ്ക്ക് തണുത്ത സുഖമുള്ള ഒരു വെള്ളമായിരുന്നു. ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയുള്ള ഒരു പ്രദേശമായിരുന്നു ഇവിടെ. ചുറ്റും പച്ചപ്പ്. നമ്മൾ വെള്ളത്തിലൊക്കെ ആസ്വദിക്കുകയായിരുന്നു. എനിക്ക് എത്ര കാലത്തിട്ടും മതിയാവുന്ന വെള്ളം, അത്രയും സുഖമുള്ള വെള്ളമായിരുന്നു ഇവിടുത്തേത്. ഞാനീ കാണിക്കുന്നത് അവിടെയുള്ള വൃക്ഷങ്ങളൊക്കെയാണ്. ഇവിടെ ധാരാളം വൃക്ഷങ്ങളുണ്ട്. നമ്മൾ അങ്ങനെ അരിയപ്പുറം ക്ഷേത്രത്തിൽ നിന്ന് നമ്മളിപ്പോൾ കൊടിതൂക്കി മല കയറുകയാണ്. ഒത്തിരി പടികളുണ്ട് ഇവിടെ. നമ്മൾ ഈ പടികളൊക്കെ കടന്ന് ഒരു ഗുഹയിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ഗുരുസ്വാമി തപസ് അനുഷ്ഠിച്ചിരുന്നു. അവിടെയും ഇതുപോലെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കുറേ ഉണ്ടായിരുന്നു കാണാനായി. എന്ത് രസമാണ് ഈ മലനിരകളൊക്കെ കാണാനായി. ഞാൻ ഈ പ്രകൃതി ഭംഗിയൊക്കെ അവിടെ ഇരുന്ന് ആസ്വദിക്കുകയായിരുന്നു. കുറച്ച് സ്റ്റെപ്പുകൾ കയറാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോഴുള്ള കാഴ്ചകളൊക്കെയാണ് ഇത്. നമ്മൾ ഇനി കയറാൻ പോകുന്നത് ഒരു ഗുഹയ്ക്കുള്ളിലേക്കാണ്.
നമ്മൾ കുനിഞ്ഞൊക്കെ കയറണം. നല്ല പാറകളൊക്കെയാണ്. ഈ ഗുഹയ്ക്കുള്ളിലേക്ക് അധികം നമുക്ക് പോകാനായി പറ്റത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കയറുന്നത്. അതുകൊണ്ട് ചെറിയ രീതിയിലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഗുഹയ്ക്കുള്ളിൽ. സാഹസികതകൾ ഇവിടെയാണ് ഗുരുസ്വാമി തപസ് അനുഷ്ഠിച്ചത്. ഇനിയും കൂടുതൽ ഗുഹയ്ക്കുള്ളിലേക്ക് നമ്മൾ അതുകൊണ്ട് തിരിച്ചു വരികയാണ്. വീണ്ടും ഞാൻ ആ പ്രകൃതി രമണീയമായ കാഴ്ച കാണിക്കുകയാണ്. ഇനി നമ്മൾ അവിടുന്ന് ശിവഗിരിക്കാണ് പോകാൻ പോകുന്നത്. പോകുന്ന വഴിക്കുള്ള ബസ്സിലെ കാഴ്ചകളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതായിരുന്നു അരുവിപ്പുറം ശിവക്ഷേത്രം. ഇത് നമ്മൾ മുമ്പേ കാണിച്ചതാണ്, എങ്കിലും ഒന്നുകൂടി ഞാൻ ഫോട്ടോ ആഡ് ചെയ്തതേ ഉള്ളൂ. ഇനിയും നമ്മൾ ശിവഗിരിയിലേക്കാണ് പോകുന്നത്. നമ്മൾ ആദ്യം ശാരദാ മഠമൊക്കെ കണ്ടു. വളരെ മനോഹരമായ അന്തരീക്ഷം. ശാരദാദേവിയോട് പ്രാർത്ഥിച്ച് ശാരദ പൂജയൊക്കെ ചെയ്ത് നമ്മൾ ശാരദാ മഠത്തിന് വലം വയ്ക്കുകയാണ്. ഇവിടെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എങ്കിൽ കൂടെ ഉള്ളതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതവിടുത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളതായിരുന്നു. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ നോക്കി നോക്കുകയായിരുന്നു. തിരിച്ചെടുത്ത് പോയിരിക്കുകയായിരുന്നു. ഇതാണ് ശിവഗിരി മഠം, ശിവഗിരി സമാധി മന്ദിരം. ഇവിടെയാണ് ഗുരുദേവൻ സമാധിയായത്. ഈ കാണിക്കുന്നത് ഗുരുദേവൻ്റെ നമ്മൾ മുമ്പ് കാണിച്ച വണ്ടിയാണ്. അവിടെ ഗുരുദേവൻ കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഗ്ലാസും ഒക്കെ ഇരിക്കാൻ ഉപയോഗിച്ചിരുന്ന കസേര ഒക്കെ അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടുത്തെ ഈ ലൈറ്റ്സൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. നമ്മൾ ശിവഗിരി മഠത്തിലേക്ക് കയറുന്ന വഴിയാണ് ഈ കാണിക്കുന്നത്. നമ്മൾ ശിവഗിരി മഠത്തിൽ തൊഴുതു, വലം വെച്ചു. അങ്ങനെ നമ്മൾ ഇവിടേക്ക് കാണുകയാണ്. നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ശിവഗിരിയിൽ വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ഉച്ചയൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ രാത്രിയിൽ ആദ്യമായിട്ടാണ്. നമ്മൾ അങ്ങനെ ശിവഗിരിയൊക്കെ തൊഴുകയാണ്. നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് നമ്മൾ മുമ്പ് കണ്ട ഗുരുദേവൻ്റെ വണ്ടിയും അതൊക്കെയായിരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ശിവഗിരി തീർത്ഥാടന യാത്രയുടെ വിശേഷങ്ങൾ. സോ മറ്റൊരു അടിപൊളി വീഡിയോ വരുന്നത് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സ്റ്റുഡിയോസ്. ലവ് യു ആൻഡ് ബൈ.